വയനാട്ടിലെ മേപ്പാടിയും സമീപ പ്രദേശങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നത് ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടാണ്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ദുരന്തം ഇപ്പോഴും അതിൻ്റെ ആഘാതം മാറിയിട്ടില്ല പല ഭാഗത്തു നിന്നും. അതിനിടയിലാണ് ഈ മേപ്പാടിയുടെ പരിസരത്ത് നിന്ന് ഒരാൾ ഫേസ്ബുക്കിൽ കള്ളന് ഒരു കത്തെഴുതുന്നത്. വീട്ടിൽ കയറി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയ കള്ളനുള്ള കത്താണ് ഫേസ്ബുക്കിൽ ഹുമയൂൺ കബീർ എന്ന ചെറുപ്പക്കാരൻ എഴുതിയത്. മേപ്പാടി സ്വദേശിയാണ്. ഹുമയൂൺ നമ്മളോടൊപ്പമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത്, വീട്ടിൽ മോഷണം നടന്നു, കള്ളനൊരു കത്ത് എഴുതാൻ തീരുമാനിച്ച് എന്താ അതിൽ എഴുതിയത്? നഷ്ടപ്പെട്ടു പോയതിൽ കൂടുതലും അവന് കിട്ടിയ മെഡലുകളൊക്കെയാണ്. ആർക്കാണ്? എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് അമൽജാൻ എന്ന് പറഞ്ഞത്. ഞങ്ങൾ മുത്തൂസ് എന്നാണ് വിളിക്കുക. പണ്ട് മുതലേ ചെറുപ്പം മുതലേ നല്ല ഈ സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ നല്ല ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്ന ആളാണ്. അവന് ഈ ഇന്ത്യയിൽ ഏഴിമലയിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഇപ്പോൾ പോസ്റ്റിംഗ് മുംബൈയിലാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അവൻ നേവിയിലാണോ? ഞാൻ ഇന്ത്യൻ നേവിയിൽ. അവന് പിന്നെ നേവി ഹോക്കി ടീമിൽ, അതുപോലെ തന്നെ ഷൂട്ടിങ്ങിൽ അങ്ങനെ ഒരുപാട് മെഡൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ സൈനിക ഈ ഓരോ ഇതിനനുസരിച്ച് മെഡൽ കിട്ടും. അപ്പോൾ അതൊക്കെ അവന് ലീവിന് വന്നപ്പോൾ അവന് അവൻ്റെ ഒരു റോലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ. അപ്പോൾ പിന്നെ അതാണ് മൊത്തം നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അത് കാരണം അവന് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ നേടി. എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് ഈ കള്ളന് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടണം എന്നുള്ള രീതിയിൽ, കാരണം എൻ്റെ ഒരു ശ്രമം എപ്പോഴെങ്കിലും ഈ കള്ള എങ്ങനെയെങ്കിലും രീതിയിലായിട്ട് അവരറിയോ, അല്ലെങ്കിൽ ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ജ്വല്ലറിയെ സമീപിക്കുകയാണെങ്കിൽ ഈ ജ്വല്ലറിക്കാരനായിട്ട് ഇത് വായിച്ചിട്ട് അത് തിരിച്ചു കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാനത് ഇങ്ങനെ ഒരു എഴുതിയത്. കുറേ ആൾക്കാർ, കാരണം ഫേസ്ബുക്കിൽ കണ്ടമാനം ആൾക്കാർ ഇത് എന്തായാലും കിട്ടും, ഒരുപാട് പേരെ പ്രാർത്ഥന ഉണ്ട്. അതിന് സുഹൃത്തുക്കൾ ഒരുപാട് പേര് വിളിച്ചിപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കുറേ ആൾക്കാർ അറിഞ്ഞ്. ഇനിയിപ്പോൾ അത് ഈ കള്ളന് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വിൽക്കാനോ, അല്ലെങ്കിൽ അയാൾക്കേറ്റ മനസാന്തരപ്പെട്ടിട്ട് ഇതായിട്ട് തിരിച്ചു തരികയാണെങ്കിൽ വളരെ നല്ലത്. കള്ളൻ സാധനം കൊണ്ട് വിൽക്കാൻ സാധ്യതയുള്ള കടയിലെ ആളുകളൊക്കെ ഈ അമൽജാൻ്റെ മെഡലുകൾ, സ്പോർട്സിലൊക്കെ ഒരുപാട് പ്രാവീണ്യമുള്ള ആളാണ്. ഇന്ത്യൻ നേവിയിൽ സെലക്ഷൻ കിട്ടി, അവിടെ നിന്നും ഒരുപാട് മെഡലുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ മെഡലുകളെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണം എന്നാണ് ഹുമയൂണിന് ആവശ്യപ്പെടാനുള്ളത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റും ഈ വാർത്തയൊക്കെ കണ്ട് അത് തിരിച്ചു കിട്ടുകയാണെങ്കിൽ സന്തോഷം. കമലേട്ട നമുക്കൊപ്പുണ്ട്. കമലേട്ട, അന്ന് ഈ ദുരന്ത സ്ഥലത്ത് പോലും ഇമാതിരി മോശങ്ങൾ നടന്നതാണ്. നമ്മൾ ADGPയോട് സംസാരിച്ചപ്പോൾ പോലും അദ്ദേഹവും പറഞ്ഞാണ് എന്ത് ചെയ്യാനാണ്, ഒരാളെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്, ആളുകൾ ഇതിൻ്റെ ഇടയിൽ ഇമാതിരി ആളുകളും കൂടി കടന്നുകൂടിയാണ്. പക്ഷെ അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ തുടരുന്നു. അതും നാവികസേനയിലുള്ള ഒരാളുടെ മെഡലുകൾ പോലും അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ആ മെഡലെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കുക കള്ള എന്നേ നമുക്കും പറയാനുള്ളൂ. എന്തെങ്കിലും സാധ്യതകളുണ്ടോ? വേറെ എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ മോഷണങ്ങൾ എന്നൊക്കെ നടന്നോ? ദിവിഷ്, നമുക്കറിയാം ആ ദുരന്ത ദിവസം, അതിൻ്റെ തൊട്ട് പിറ്റേന്ന് പോലും ആ ദുരന്ത ഭൂമിയിലൊക്കെ പല മോഷണങ്ങളും നടന്നു. പലരുടെയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ അന്ന് അറിഞ്ഞതാണ്. ഇത് പക്ഷേ അവിടെ നിന്ന് മാറി, മേപ്പാടിക്ക് അടുത്താണ്. പക്ഷേ ആ ദുരന്തത്തിൻ്റെ ആഘാതമൊക്കെ ഉള്ള മേഖല തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നത്. സ്വർണവും ഒരു റാഡോ വാച്ചും, അമൂല്യമായൊരു റാഡോ വാച്ചും ഒക്കെ മോഷണം പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ അമൽജാൻ്റെ മെഡലുകൾ ഈ കള്ളൻ എടുത്തുകൊണ്ടുപോയത്. അപ്പോൾ അമൽജാൻ്റെ പിതാവിൻ്റെ ഇളയ സഹോദരനാണ് ഹുമയൂൺ കബീർ. അദ്ദേഹം പറയുന്നത് ആ റാഡോ വാച്ചും സ്വർണവും ഒക്കെ കള്ളനെ എടുത്തോട്ടെ, അതിനെന്തെങ്കിലും വില കിട്ടുകയാണെങ്കിൽ. പക്ഷേ ഈ മെഡലുകൾ, ഈ കുട്ടി അത് ചെറുപ്പത്തിൽ തന്നെ സ്പോർട്സിലൊക്കെ പ്രാവീണ്യമുള്ള ഒരാൾ, വയനാട്ടിലെ ഒരു മേഖലയിൽ നിന്നൊക്കെ പഠിച്ച് കഠിനാധ്വാനം കൊണ്ട് NDAയിലൊക്കെ അഡ്മിഷൻ കിട്ടി, അവിടെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് വളരെ സ്തുത്യർഹമായ രീതിയിൽ പരിശീലനം പൂർത്തിയാക്കി നാവികസേനയിൽ എത്തിയൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് പഠനകാലത്തും ഈ സൈന്യത്തിൽ നിന്നുമൊക്കെ ലഭിച്ച മെഡലുകളാണ്. അതിൻ്റെ മൂല്യം നമുക്ക് നിർണ്ണയിക്കാനാകില്ല. മറ്റേതൊക്കെ വിലപിടിപ്പുള്ള വിറ്റാൽ പണം കിട്ടുന്ന സാധനമാണ്. ഇത് കള്ളനൊരു ഉപകാരവുമില്ല. അതുകൊണ്ട് കള്ളനോ അദ്ദേഹം വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും അറിഞ്ഞ് ആ മെഡലുകൾ ഈ സഹോദരൻ്റെ മകന് അമൽജാന് തിരിച്ചു കൊടുക്കണമെന്നാണ് ഹുമയൂൺ കബീർ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ തലേന്നോ അന്നൊക്കെയാണ് ഈ മോഷണം നടന്നത്. അത്രയും സുരക്ഷയുള്ള ദിവസം, അത്രയും റിസ്ക് എടുത്തൊരു കള്ളൻ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും എന്നൊക്കെ കത്തിൽ ഹുമയൂൺ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ വില, അദ്ദേഹത്തിന് ഗുണമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ബാക്കി ഈ അമൂല്യമായ മെഡലുകൾ തിരിച്ച് തരണം എന്നാണ് ഹുമയൂൺ കബീർ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദിവിഷ്, ശരിയാണ്. നമുക്ക് എന്തിൻ്റെ പേരിലാണെങ്കിലും നമുക്കൊരു ആദരവോ അംഗീകാരമായി കിട്ടുന്ന എന്തും അതിന് നമുക്ക് മൂല്യം കൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആ മെഡലുകൾക്കൊക്കെ അമൽജാൻ എത്ര ഇഷ്ടപ്പെടുന്നതായിരിക്കും, എത്ര ബഹുമാനത്തോടെ ജീവിതത്തിലെ വലിയ നേട്ടമായി കാണുന്നതാണ്. അപ്പോൾ ഈ കള്ളൻ ഈ വാർത്തയെങ്കിലും കണ്ടാൽ നിങ്ങൾ ആ റാഡോയും വാച്ചും സ്വർണ്ണമൊക്കെ എടുത്തു, ആ മെഡലെങ്കിലും എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് തിരിച്ച് എത്തിച്ചു കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാനെങ്കിലും കഴിയും. ശരി കമലേട്ട, കാണാം.